യുദ്ധമാണ്, പക്ഷേ തോൽക്കാൻ സാധ്യതയുള്ള യുദ്ധത്തിൽ നമ്മൾ പൊരുതിക്കൊണ്ടേയിരിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. തോൽക്കാൻ സാധ്യതയില്ലാത്ത യുദ്ധമാക്കി മാറ്റിയിട്ടുണ്ട്. മാത്രമേ നമുക്ക് നേടേണ്ടത് കുട്ടിയുടെ എല്ലാ കഴിവുകളും പരമാവധിവൽക്കരിക്കാൻ, മാക്സിമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ കാര്യമാണ് ചോരാത്ത പരീക്ഷ. ചോരാത്ത പരീക്ഷകൾ നടത്തുന്നത് നമ്മുടെ കഴിവിലേക്കാണ്. ചോരുന്ന പരീക്ഷ നടത്തുന്നത് നമ്മുടെ കഴിവിലേക്കാണ്. അടുത്തതായി വിദ്യാഭ്യാസത്തിൽ ടീച്ചർ ഡെവലപ്മെന്റ്, എന്താണ് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക്? ടീച്ചർ ഡെവലപ്മെന്റ്. ആ ടീച്ചറെ രൂപപ്പെടുത്തൽ എത്രമാത്രം പ്രധാനമാണ് എന്ന് ഒരുപാട് കാലത്തെ പ്രവർത്തനങ്ങൾ വഴി പലരും പറഞ്ഞു. അതിൻ്റെ ഒരു മൂല പറയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉദ്ഘാടകനായ ഖാദ സാർ ശ്രമിച്ചത്. വളരെ ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ മൂല മാത്രം പറഞ്ഞു എന്നുള്ളത്. എത്ര പറഞ്ഞാലും തീരല്ല. അദ്ദേഹത്തിൻ്റെ റോളിനെ കുറിച്ച് എത്ര പറഞ്ഞാലും, ടീച്ചറുടെ, അധ്യാപികയുടെ റോളിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവും. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് പരീക്ഷണങ്ങളും പല 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 പുതിയ ആശയങ്ങളും നയങ്ങളും ഒക്കെ ഉണ്ടായി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും മെച്ചപ്പെട്ട അധ്യാപകനെ സൃഷ്ടിക്കാൻ നമുക്ക് എത്രമാത്രം സാധിച്ചു എന്ന് പരിശോധിക്കപ്പെടുന്നത്. ഞാനൊരു വിലയിരുത്തൽ ആ വിലയിരുത്തൽ നടത്താനാണ് ഡോക്ടർ സലീം സാറ് ഇവിടെ ശ്രമിക്കുന്നത്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നേടാൻ ടീച്ചറുടെ, അധ്യാപികയുടെ പങ്ക് എന്താണ്? അങ്ങനെയുള്ള ഒരു അധ്യാപകയെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക, രൂപപ്പെടുത്തുക എന്നതിനെ കുറിച്ചാണ് സലീം സാർ ഇവിടെ അവതരിപ്പിക്കുക. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കും. ബഹുമാനായ മാദ്രസ തുടങ്ങി വെച്ചത് മാറേണ്ട അധ്യാപകനെ കുറിച്ചാണ്. എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഈ ആശയം വളരെ തീക്ഷ്ണമായി കൊണ്ടു നടന്ന് വാക്കിലും പ്രവൃത്തിയിലും തന്റെ മുമ്പിലിരുന്ന ആളുകളുടെ ഇടയിൽ ഇടപെടുമ്പോഴൊക്കെ അധ്യാപക വിദ്യാഭ്യാസ മേഖലയിൽ നല്ല ഒരു ഇടപെടലുകാരൻ എന്ന നിലയിൽ ജ്വലിച്ചു നിന്ന പ്രിയ സുഹൃത്ത് ശിവദാസന്റെ ദീപ്ത സ്മരണയിലാണ് ഈ ചർച്ചയിൽ നമ്മൾ പറയുന്നത്. അധ്യാപകന്റെ മാറ്റത്തെ കുറിച്ച് വളരെ മനോഹരമായി, വളരെ ചുരുക്കി സാർ പറഞ്ഞു വെച്ചു. അദ്ദേഹം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേരളീയ വിദ്യാഭ്യാസ രീതിയെ കുറിച്ചുള്ള ആശങ്കയും വളരെ വ്യക്തമായി ഭംഗിതരയുടെ സൂചിപ്പിച്ചു. OMS പറഞ്ഞ പോലെ അധ്യാപക വിദ്യാഭ്യാസത്തെ കുറിച്ചും ഒരിക്കലും ചർച്ച ചെയ്താൽ തീരില്ല. അതിലെ വിവാദങ്ങൾ ഒരിക്കലും ഈ ഇരിക്കുന്ന സദസ്സ് ഏറ്റവും അനുയോജ്യമായ, ഇത്തരം ചർച്ചകൾ നടത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു സദസ്സാണ്. കാരണം കേരളത്തിന്റെ അധ്യാപക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ച ജീവിതം ഇത് വളരെ ചുരുക്കി ഒന്ന് രണ്ട് ആശയങ്ങൾ ഞാൻ നിങ്ങളുടെ പൊതു ചർച്ചയ്ക്കായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുവാൻ അധ്യാപകന്റെ തൊഴിൽപരമായ വികസനം എപ്രകാരമാകണം, അതിന് ഈ ചർച്ച നമ്മൾ നടത്തുന്ന ഈ കാലഘട്ടത്തിൽ നിർദ്ദേശിക്കപ്പെട്ട പുതിയ അധ്യാപക വിദ്യാഭ്യാസ പദ്ധതി എത്രത്തോളം അനുയോജ്യമാണ് എന്നതാണ് എൻ്റെ ഈ ഒരു ചെറിയ അവതരണത്തിലെ കാതൽ എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെക്കാം. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതി, വിശിഷ്യ അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി ഒക്കെ എടുത്താൽ ഇത്തരത്തിൽ നമ്മളിപ്പോ ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്ന KSST ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ച് ആധികാരികമായി ചർച്ച ചെയ്യാൻ കെൽപ്പുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതും ആ വാർത്തെടുക്കലിന് നേതൃത്വം നൽകിയത് ഈ വേദിയിൽ ഇരിക്കുന്ന മുൻതലമുറയിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ഏറ്റവും മികച്ച അധ്യാപക സമൂഹമാണ് എന്ന കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഇത്തരം ചർച്ച ഇവിടെ നടക്കില്ലല്ലോ. ഇല്ലെങ്കിൽ ഇന്ത്യയിലെ അധ്യാപക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും
ചർച്ചകളിലും നയപരമായ തീരുമാനങ്ങളിലും മുന്നിൽ നിൽക്കാൻ ഇവരെ കിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചരിത്രത്തെ കാണാതെ പോകാൻ സാധ്യമല്ല. എന്നാൽ വളരെ പെട്ടെന്ന് ഈ ചർച്ചയിലേക്ക് വന്നാൽ ഇന്നത്തെ അധ്യാപക മേഖല നേരിടുന്ന വെല്ലുവിളി എന്താണ്? രക്ഷിതാക്കളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മക്കളെ ശരിയാവണ്ണം പഠിപ്പിക്കാൻ ഇന്ന് നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകര് യോഗ്യരാണോ? ആ ചോദ്യം ഇനി പൊതുസമൂഹത്തിനുള്ളിലേക്ക് രക്ഷിതാവ് എന്നുള്ള ആ ഒരു പരിപ്രേക്ഷത്തിന് പുറത്തേക്ക് വിട്ടിട്ട് പൊതുസമൂഹത്തോട് ചോദിച്ചാൽ ഇല്ലാത്ത വിമർശനങ്ങളില്ല. ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന വിഭാഗമാണ് അധ്യാപകർ. ഇനി ആ അധ്യാപകരെ വാർത്തെടുക്കുന്ന സംവിധാനത്തെ കുറിച്ച് ചോദിച്ചാലോ? കഥസാറിനോടൊക്കെ ചോദിക്കാൻ എനിക്ക് പേടിയാണ്. അത്രയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ഞാൻ ആ വിഭാഗത്തിന്റെ ഒരു പ്രതിനിധി എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് B.Ed, എന്താണ് DTC, DL എന്നൊക്കെ ചോദിച്ചാൽ അത്രയധികം വിമർശനങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. എന്നിരുന്നാലും ഈ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങളുടെ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ ഈ 2024. ഇതുവരെ നമ്മള് DLED, B.Ed എന്നൊക്കെ പറഞ്ഞ് പ്രീ പ്രൈമറി തലം മുതൽ പ്രൈമറി, സെക്കൻഡറി തലം, ഉന്നത വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് അധ്യാപകരെ നിർമ്മിച്ചു വിടുന്ന സ്ഥാപനങ്ങളും അതിന്റെ കരിക്കുലും ഒക്കെ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നു. അതിനിടയിൽ ഈ പറയുന്ന NCF-ഉം KCF-ഉം വിദ്യാഭ്യാസ പരിവർത്തനങ്ങളും ഒക്കെ ഉണ്ടായി, നിരവധി ചർച്ചകൾ ഉണ്ടായി. ഇതിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ഒരു പരിഷ്കരണം 2010-13 കാലഘട്ടങ്ങളിലാണ്. നമ്മൾ പണ്ട് വിമർശിച്ചിരുന്ന B.Ed-ന്റെ ചാർട്ടെഴുത്തും കുട്ടികളെ കഷ്ടപ്പെടുത്തലൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ പുതിയ പാഠ്യപദ്ധതിക്കനുസരിച്ച്, പാഠ്യപദ്ധതി സമീപനത്തിനനുസരിച്ച് ഈ മേഖലയെ ഒന്ന് വളച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഇതിനെ നിയന്ത്രിക്കുന്ന NCTE തന്നെ 2014 റെഗുലേഷനിലൂടെ അധ്യാപക വിദ്യാഭ്യാസത്തെ വീണ്ടും സമഗ്രമായി ഒന്ന് പരിഷ്കരിക്കാൻ ശ്രമിച്ചു. 1 വർഷം ഉണ്ടായിരുന്ന B.Ed 2 വർഷമായി, TTCയെ DLED ആക്കി, B.Ed ആക്കി, ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം വീണ്ടും പുതിയ ഒരു സമീപനം ദേശീയ തലത്തിലെ അധ്യാപക വിദ്യാഭ്യാസത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ കേരളത്തിന്റെ അധ്യാപക വിദ്യാഭ്യാസ മേഖലയിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലും പ്രവർത്തിക്കുന്ന എല്ലാവരും സജീവമായി ഏറ്റെടുക്കണമെന്നാണ് ഈ കിട്ടിയ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഇത് ചെറിയൊരു കാര്യമല്ല. അതിലേക്കുള്ള 2 സൂചനകൾ മാത്രം നൽകി അപ്പോഴേ എന്റെ സമയം അവസാനിപ്പിക്കും. ഒന്നാമത്, നമ്മുടെ അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ കാര്യം പരിപൂർണമായി മാറ്റാനാണ് ദേശീയ തലത്തിലുള്ള ശ്രമം നടക്കുന്നത്. ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് NEP കൊണ്ടുവന്നത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് തുടങ്ങാൻ പറ്റും. ഒരു ചർച്ചയുമില്ലാതെ, ഒരു നിയമനിർമ്മാണ സഭയിൽ, ഇന്ത്യൻ പാർലമെന്റിൽ പോലും ഒരു അക്ഷരമിണ്ടാതെ ഒരു നൂലിൽ കെട്ടിയിറക്കിയ ഒരു സാധനമാണ് NEP. എങ്കിൽ കൂടി രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയം എന്നുള്ള നിലയിൽ കാലാകാലങ്ങളായി തുടർന്നു വന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ തുടർച്ച എന്ന നിലയിൽ അതിനെ ഒരു പരിധിവരെ അംഗീകരിക്കേണ്ട അനിവാര്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് നിഷേധിക്കാൻ പറ്റില്ല. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ അധ്യാപക വിദ്യാഭ്യാസത്തെ ടോട്ടലായി ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ അധ്യാപക വിദ്യാഭ്യാസ മേഖലയിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അഥവാ ITEP എന്ന് പറയുന്നത്. ഇത് പലരും മനസ്സിലാക്കിയതുപോലെ പണ്ട് 2 വർഷത്തെ B.Ed, 1 വർഷത്തെ B.Ed 2 വർഷമാക്കിയതോ, ഒരു TTCയെ DLED ആക്കിയതോ എന്നുപോലെയല്ല. മറിച്ച് ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന ആളുകളുടെ, അതായത് അധ്യാപകനാവേണ്ട ആളുകളെ ഏത് രീതിയിൽ വാർത്തെടുക്കണമെന്ന് സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു വലിയ നയമാണ്. അതുകൊണ്ട് NEP-യുടെ വിമർശനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അനിവാര്യമായ ഈ പരിഷ്കാരത്തെ ഏറ്റെടുത്ത് അത് കേരളത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ, വിദ്യാഭ്യാസ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ അനുയോജ്യമാക്കാം, അനുകൂലമാക്കാം എന്ന ചർച്ചയാണ് ഇവിടെ വേണ്ടതെന്നാണ് എനിക്ക് ആദ്യമേ അഭ്യർത്ഥിക്കാനുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറയാം. നമ്പർ 1, ഡിഗ്രി ഇല്ലാത്ത ആരും ഇനി പഠിപ്പിക്കാൻ പാടില്ല. ഒരുപക്ഷെ രാജസ്ഥാൻ പറഞ്ഞു വെച്ച മാറ്റത്തിന്റെ അധ്യാപകർ ഇവിടെ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അധ്യാപക യോഗ്യത ഏകീകരിക്കുന്നു. പ്രീ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെ പഠിപ്പിക്കാനുള്ള അധ്യാപകന് ഒരു സിംഗിൾ യോഗ്യത നിശ്ചയിക്കുന്നു. ITEP എന്ന് പറഞ്ഞാൽ പ്രീ പ്രൈമറി നഴ്സറി പഠിപ്പിക്കാനും ഡിഗ്രി ഇല്ലാത്തവർക്ക് ഇനി സാധ്യമല്ല. ഡിഗ്രി അധ്യാപനത്തിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയി മാറുമ്പോൾ സാർ പറഞ്ഞ കണ്ടന്റ് ഉള്ള അധ്യാപകൻ ഒരുപക്ഷെ നന്നായി എന്ന് വരാം. ചർച്ചയ്ക്കിടെയാണ് നമ്മൾ ആലോചിക്കണം എങ്ങനെ കൊണ്ടുവരണം. രണ്ടാമത്തത്, കുട്ടിക്ക് അധ്യാപനത്തിലേക്ക് കടന്നു വരാനുള്ള തീരുമാനമെടുക്കാനുള്ള സമയം +2
കഴിഞ്ഞ ഉടനെ കിട്ടുന്നു എന്നതാണ്. ഇപ്പോ +2 കഴിഞ്ഞ ഉടനെ കിട്ടുന്നുണ്ട്, പക്ഷെ അവനെ DLED മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതേസമയം +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടിക്ക് വിശാലമായ അധ്യാപന ലോകത്തേക്ക് കടന്നു പോകാനും അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കാനും ഈ ഒരു പദ്ധതി പ്രയോജനപ്പെടുന്നു. കാര്യം ഇതിന്റെ ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണ്. +2 കഴിഞ്ഞ് നേരെ അധ്യാപനത്തിലേക്ക് പോവുകയാണ്. 4 വർഷത്തെ അധ്യാപനം, അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന്, ഇത് ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ച പോലെ BA-യും B.Ed-ഉം തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഖാദർ സാറിന്റെ കാലഘട്ടത്തിൽ 60-ൽ തുടങ്ങി വെച്ച B.Ed, BSc പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. ഇതിൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയെയും B.Ed-നെയും കൂട്ടിച്ചേർത്ത് 3 വർഷം ഡിഗ്രിക്ക് ശേഷം 1 വർഷം ഡിഗ്രി അടുത്ത കാലം പോയി എടുക്കുകയോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത ഒരു പരിപാടി ഉണ്ടാക്കുകയല്ല. +2 കഴിഞ്ഞ് ഡിഗ്രി 1-ാം വർഷത്തിലേക്ക് വരുന്ന ഒരു കുട്ടി താൻ പഠിപ്പിക്കുന്ന വിഷയത്തെ എങ്ങനെ പഠിപ്പിക്കണം എന്ന് ഉൾച്ചേർത്ത് മനസ്സിലാക്കി അധ്യാപകനാകാൻ ശ്രമിക്കുന്ന ഒരു ഇന്റഗ്രേഷൻ എന്ന കൺസെപ്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഈ ഐറ്റത്തിന്റെ പിറകിലുള്ളത്. ആ അർത്ഥത്തിൽ അധ്യാപക പരിശീലന മേഖലയിൽ, അധ്യാപക വിദ്യാഭ്യാസ മേഖലയിൽ ഒരു എളിയ പ്രവർത്തകർ ഞങ്ങളെ പോലെ ആളുകൾ ഇതിനെ സ്വാഗതം ചെയ്യും. MBBS പോലെ B.Tech പോലെ അധ്യാപന രംഗത്തെ പാഷനേറ്റ് ആയിട്ട് എടുക്കുന്ന ആളുകൾ